KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ വിട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് VC ഡോക്ടർ ശിവപ്രസാദ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് ഹർജി. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു പഞ്ചേരുന്നു. രേഷ്മ, പറയൂ. കൃഷ്ണരാജ്, ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് KTU VC ഡോക്ടർ ശിവപ്രസാദിന്റെ ഹർജി പരിഗണിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ ശിവപ്രസാദ് എത്തിയത്. അതായത് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ തവണയായി സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗങ്ങളിലൊന്നും തന്നെ ഈ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും പങ്കെടുക്കുന്നില്ല. അതുപ്രകാരം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സർവകലാശാല പ്രവർത്തനങ്ങളിൽ നേരിടുന്നുണ്ട്. വിദ്യാർത്ഥികളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വിഷയം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ മാസം 13-ാം തീയതി ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ മൂവർക്കും നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നലെ ഒരു ബെഞ്ചിൽ, അതായത് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചിൽ പ്രസ്തുത ഹർജി എത്തിയെങ്കിലും ജഡ്ജി പിന്മാറിയിരുന്നു. കാരണം വ്യക്തിപരമായിട്ട് തനിക്ക് പരാതിക്കാരനെ, അതായത് ഹർജിക്കാരനെ അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജഡ്ജി പിന്മാറിയത്. എന്തായാലും ഇന്ന് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലേക്കാണ് ഈ ഹർജി എത്തുന്നത്. മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി ശിവപ്രസാദ് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 2025-26 കാലഘട്ടത്തിലെ ബഡ്ജറ്റ് ഇതുവരെ പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന വകുപ്പ് സെക്രട്ടറിമാരും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും പങ്കെടുക്കാതെ ഇരുന്നതുകൊണ്ടാണ് കോറം തികയാതെ പല സിൻഡിക്കേറ്റ് യോഗങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് താളം തെറ്റി, അതായത് ബഡ്ജറ്റ് പാസ്സാക്കാൻ സാധിച്ചില്ല. പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിട്ടുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഏത് സമയത്തും കട്ടായി പോകുക, അതായത് തടസ്സം നേരിടാം. ഡിജിറ്റൽ സേവനങ്ങൾ അടക്കം മുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ മൂവരും പങ്കെടുത്തേ മതിയാകൂ. രാഷ്ട്രീയ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളും ഗൗരവകരമായിട്ടുള്ള പരാമർശങ്ങളുമാണ് ശിവപ്രസാദിന്റെ ഹർജിയിലുള്ളത്. എന്തായാലും സിംഗിൾ ബെഞ്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സർവകലാശാലയോട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന 3 ഉദ്യോഗസ്ഥരോടും ഹൈക്കോടതി വിശദീകരണം തേടും. ഒപ്പം ഒരു ഇടക്കാല ആവശ്യമായിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. 13-ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ 3 ഉദ്യോഗസ്ഥരും പങ്കെടുക്കണമെന്നുള്ളത്. എന്തായാലും നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ പറയുന്ന സർവകലാശാലകളൊക്കെ തന്നെ ഗവർണർ സ്വാധീനം ചെലുത്തി തങ്ങളുടെ വഴിക്ക് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിന് വഴങ്ങിക്കൊണ്ട് ഈ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാതെ അവരുടെ കടമകൾ മറക്കുന്നു എന്നുള്ളതാണ് KTU VC തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി രേഷ്മ.